എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 58-ാമത്തെ സർഗത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 19 വരെയുള്ള ഭാഗമാണ് നമ്മൾ നോക്കാൻ പോണത്. ഇതിലൊക്കെ ശ്ലോകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് 14-ാമത്തെ ശ്ലോകം മുതലല്ല, 13 എന്നുള്ള രീതിയിൽ 14-ാമത്തെ ഒരു ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞതാണ്. എങ്കിലും ഞാൻ ഈ സ്വീകരിച്ചിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ലീലാവതി ടീച്ചറുടെ മലയാളം വ്യാഖ്യാനത്തോടു കൂടിയ പുസ്തകമായതുകൊണ്ട് ആ ഒരു ഗ്രന്ഥത്തിനെ ആസ്പദമാക്കിയാണ് പറയണത്. അതുകൊണ്ടാണ് ഈ എണ്ണം ചിലതിലൊക്കെ വ്യത്യാസം വരണത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ത്രിശങ്കു ചണ്ഡാളനായിട്ട് രൂപാന്തരപ്പെട്ടു. ഗുരുവിൻ്റെയും ഗുരുവായിട്ടുള്ള വസിഷ്ഠൻ്റെയും വസിഷ്ഠപുത്രന്മാരുടെയും അപ്രീതിക്ക് പാത്രമായി തീർന്ന ആ ത്രിശങ്കു അവസാനം മക്കളുടെ ശാപം കൊണ്ട്, വസിഷ്ഠൻ്റെ മക്കളുടെ ശാപം കൊണ്ട് ചണ്ഡാളനായിട്ട് നീലവസ്ത്രധാരിയും നീല വർണ്ണത്തോടു കൂടിയവനും അതുപോലെ ഇരുമ്പ് ആഭരണങ്ങൾ ധരിച്ചവനുമൊക്കെ ആയിട്ട് മാറി എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് കണ്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന പൗരന്മാർ മന്ത്രിമാരൊക്കെ ഓടിപ്പോയി. അങ്ങനെ തനിക്കൊരാശ്രയം ആരാണെന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് വിശ്വാമിത്ര മഹർഷിയെ കണ്ടത്. എന്നിട്ട് എന്താണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. കാരുണ്യാത് സമഹാതേജാവാക്യം പരമധാർമ്മിക ഇദം ജഗാദ ഭദ്രം തേ രാജാനം ഘോരദർശനം. ഇപ്രകാരം കാരുണ്യാത് സമഹാതേജാവാക്യം പരമധാർമ്മിക, പരമധാർമ്മികനായിട്ടുള്ള ആ വിശ്വാമിത്രൻ കാരുണ്യം കൊണ്ട് ത്രിശങ്കുവിനെ കണ്ടപ്പോൾ തന്നെ കഷ്ടം തോന്നി. സ്വമേധയാ സ്വേച്ഛയാ വന്നു ചേർന്നതൊന്നും അല്ലല്ലോ ഈ ചണ്ഡാളത്വം. അവരവരുടെ പ്രവൃത്തി കൊണ്ടും വന്നതല്ല. ഒരു വാക്ക് പറഞ്ഞു, അത് അനുഗ്രഹമായിട്ട് വരമായിട്ട് ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആവശ്യപ്പെട്ടതാണ്. അത് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു വിഷമം അറിയിച്ചപ്പോൾ അപ്പോഴാണ് വസിഷ്ഠൻ്റെ പുത്രന്മാർ ചണ്ഡാളനായി പോവട്ടെ എന്ന് ശപിച്ചത്. അത് മനസ്സിലാക്കി വിശ്വാമിത്രൻ. അതുകൊണ്ടാണ് കാരുണ്യത്തോടു കൂടിയിട്ട് കാരുണ്യാത് മഹാതേജാഹ പരമധാർമ്മിക, പരമധാർമ്മികനും മഹാതേജസ്വിയുമായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി രാജാനം ഘോരദർശനം രാജാനം ഇദം ജഗാദ, ഘോരദർശനമായിട്ടുള്ള, കണ്ടാൽ തന്നെ പേടിയാവും. രാജാവായിരുന്ന ഒരാൾ പെട്ടെന്ന് ചണ്ഡാളനായി തീരുമ്പോൾ പലതരത്തിലുള്ള രൂപാന്തരങ്ങൾ ശരീരത്തിന് വന്നിട്ടുണ്ടാവണം. അത് കണ്ടാൽ തന്നെ പേടിയാവും. അതായത് ചണ്ഡാളൻ എന്ന് പറയണ ആ ഒരു കഥാപാത്രം ശ്മശാനവാസിയാണ്, ആൾക്കാരുടെ ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള മാലകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ചുടലപ്പൂമാലകളും ഭസ്മമൊക്കെ പൂശിയിട്ടാണ് നടക്കുന്നത്. ആ ആളെ കണ്ടാൽ തന്നെ ഒരു അപശകുനമെന്നോ അല്ലെങ്കിൽ പേടി എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ കാണുള്ളൂ. അങ്ങനെയുള്ള പെട്ടെന്ന് ആ ഒരു രൂപത്തിലേക്ക് മാറിപ്പോയ ത്രിശങ്കുവിനെ കണ്ടിട്ട് കാരുണ്യം വന്ന് ഭവിച്ചവനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി തേ ഭദ്രം, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ, എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ വളരെ മംഗളകരമായിട്ടുള്ള വാക്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. വാക്യങ്ങളെ കൊണ്ട് എന്താണ് ആവശ്യം എന്നുള്ളത് ചോദിക്കാൻ തുടങ്ങി. അതാണ് ഭദ്രം തേ ഇദം ജഗാദ, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചത്? കിമാഗമനകാര്യം തേ രാജപുത്ര മഹാബല അയോധ്യാധിപതേ വീര ശാപാചണ്ഡാലതാം ഗത. കണ്ടപ്പോഴേക്കും വിശ്വാമിത്രന് ആളെ മനസ്സിലായി. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നത് അയോധ്യാധിപതേ, അയോധ്യ മഹാരാജ്യത്തിൻ്റെ രാജാവായിട്ടുള്ള അല്ലയോ ത്രിശങ്കു മഹാരാജാവേ, വീര ശാപാത് ചണ്ഡാലതാം ഗത, അങ്ങ് ശാപം കൊണ്ട് ചണ്ഡാലനായിട്ട് ഭവിച്ചവനല്ലേ. ആളെ മനസ്സിലായി, ചണ്ഡാലത്വം എങ്ങനെയാണ് വന്ന് ഭവിച്ചത് എന്നും മനസ്സിലായി. എന്നിട്ട് ചോദിക്കുകയാണ്, ആഗമനകാര്യം കിം, എന്തുകൊണ്ടാണ് മഹാരാജാവേ രാജപുത്ര മഹാബല അങ്ങ് എൻ്റെ അടുത്തേക്ക് വന്നത്? എന്ത് ആവശ്യം നിറവേറ്റാനായിട്ടാണ് എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വിശ്വാമിത്രൻ ത്രിശങ്കു രാജാവിനോട് ചോദിക്കുകയാണ്. അങ്ങ് അയോധ്യാധിപതിയായി എന്നും ആണ് എന്നും ശാപം കൊണ്ട് ചണ്ഡാളനായി തീർന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. അങ്ങനെയാണ് വിശ്വാമിത്രൻ ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടായത്?
അഥ തദ്വാക്യമാകർണ്യ രാജാ ചണ്ഡാലതാം ഗത അബ്രവീത് പ്രാഞ്ജലിർവാക്യം വാക്യജ്ഞോ വാക്യഗോവിദം. അഥ അനന്തരം, അതായത് വിശ്വാമിത്രൻ ഇങ്ങനെ ചോദിച്ചത് കേട്ടപ്പോൾ തദ്വാക്യം ആകർണ്യ, തദ്വാക്യം എന്നുള്ളത് കൊണ്ട് വിശ്വാമിത്രസ്യ വാക്യം, വിശ്വാമിത്രന്റെ വാക്യം കേട്ടിട്ട് ചണ്ഡാലതാം ഗതഃ രാജ, ചണ്ഡാലത്വം വന്ന് ഭവിച്ചവനായിട്ടുള്ള രാജാവ് ത്രിശങ്കു ഇപ്രകാരം പറഞ്ഞു. ത്രിശങ്കുവിനും കുറേ വിശേഷണം കൊടുക്കുന്നുണ്ട്, വിശ്വാമിത്രനും വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് പ്രാഞ്ജലി, കൂപ്പ് കൈയോട് കൂടിയിട്ട് വാക്യജ്ഞനായിട്ടുള്ള ആ ത്രിശങ്കു വാക്യഗോവിതനായിട്ടുള്ള വിശ്വാമിത്രനോട് കൈകൂപ്പി നിന്നുകൊണ്ട് വാക്യം അബ്രവീത്, ഇപ്രകാരം പറയുകയും ചെയ്തു. രണ്ടുപേരും വാക്യജ്ഞന്മാരാ, അതായത് പറയണത് വേണ്ടതുപോലെ അതാത് അർത്ഥങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുന്നവനാണ് വിശ്വാമിത്രൻ, പറയണ വാക്കുകൾ വേണ്ടതുപോലെ അറിഞ്ഞു പറയുന്നവനുമാണ് ത്രിശങ്കു. അപ്പോൾ അങ്ങനെയുള്ളവർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ പൊതുവെ അവ്യക്തതകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ത്രിശങ്കു വിശ്വാമിത്രനോട് പറയാണ്. എന്താ പറയണത്? അതാണ് 17ാമത്തെ ശ്ലോകത്തിൽ ബാക്കി ഭാഗം മുതൽ. പ്രത്യാഖ്യാതോസ്മി ഗുരുണാ ഗുരുപുത്രൈസ്തഥൈവ ച അനവാപ്യൈവ തം കാമം മയാ പ്രാപ്തോ വിപര്യയ. പ്രത്യാഖ്യാതോസ്മി ഗുരുണാ ഗുരുപുത്രൈഹി തഥാ ഏവ. ഞാൻ പ്രത്യാഖ്യാനം ചെയ്യപ്പെട്ടു, എന്നെ പുറന്തള്ളി, എന്നെ അവിടുന്ന് ഒഴിവാക്കി വിട്ടു, നിരാകരിച്ചു. ആരാണ് നിരാകരിച്ചത്? ഗുരുണാ, ഗുരുവിനാലും. ഗുരു എന്ന് പറഞ്ഞാൽ വസിഷ്ഠൻ, വസിഷ്ഠനും നിരാകരിച്ചു. ഒപ്പം തന്നെ ഗുരുപുത്രന്മാരാലും ഗുരുവിനാലും നിരാകരിക്കപ്പെട്ടവനായിട്ടുള്ള ഞാൻ എന്തിനാണ് പുറപ്പെട്ടത്? അനവാപ്യൈവ തം കാമം, എൻ്റെ ഒരു മോഹം എന്താ ഒരു പ്രത്യേക ആഗ്രഹം, അത് നടപ്പിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗുരുവിൻ്റെയും ഗുരുപുത്രന്മാരുടെയും അടുത്തേക്ക് ചെന്നത്. പക്ഷെ അത് നടന്നില്ല എന്ന് മാത്രമല്ല, വിപര്യയ മയാ പ്രാപ്ത, അതിന് നേർ വിപരീതം ഞാൻ അനുഭവിക്കുകയും ചെയ്തു. അതായത് സ്വർഗത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ശ്മശാനത്തിൽ വസിക്കുകയാണ് ഇപ്പം ഉണ്ടായത്. അതുകൊണ്ട് നേർ വിപരീതമാണ് സംഭവിച്ചത്. അനവാപ്യ, ഞാൻ ആ കാമത്തിലേക്ക് എത്തിച്ചേർന്നില്ല, എൻ്റെ മോഹം സഫലമായില്ല എന്ന് മാത്രവുമല്ല, മയാ വിപര്യ പ്രാപ്ത, ആ മോഹത്തിനെതിരായിട്ട് എന്താണോ സംഭവിക്കുക അതാണ് എനിക്ക് വന്ന് ഭവിച്ചത്. അതെന്താണ് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയാണ്. സശരീരോ ദിവം യായാമിതി മേ സൗമ്യദർശന മയാ ചേഷ്ടം ക്രതുശതം തച്ചനാവാപ്യതേ ഫലം. ഇവിടെ പറയണത് എന്താണ് നോക്കൂ. സശരീരോ ദിവം യായാം, എനിക്കൊരൊറ്റ മോഹമേ ഉണ്ടായിരുന്നുള്ളൂ, ശരീരത്തോടു കൂടിയിട്ട് ദിവം യായാം, സ്വർഗത്തിലേക്ക് പോകണം എന്നുള്ളൊരു മോഹം. എന്നിട്ട് വിളിക്കുകയാണ്, വിശ്വാമിത്രനെ സംബോധന ചെയ്യാണ്. മഹർഷേന്നോ അല്ലെങ്കിൽ തപോധന എന്നൊന്നുമല്ല, സൗമ്യദർശന എന്നാണ് പറയണത്. സൗമ്യമായി ദർശനം നൽകുന്നവൻ, കാണാൻ തന്നെ വളരെ സൗമ്യമായിട്ടുള്ള ഒരു മുഖഭാവത്തോടു കൂടിയവൻ. സാധാരണ വസിഷ്ഠൻ വിശ്വാമിത്രൻ എന്ന് പറയുമ്പോൾ അതിൽ വെച്ച് വസിഷ്ഠൻ വളരെ സൗമ്യദർശനനും വിശ്വാമിത്രൻ എപ്പോഴും അഹങ്കാരവും ഡംഭും ക്രോധവും ഒക്കെ വർദ്ധിച്ചൊരവസ്ഥയിലുമാണ് എന്നാണ് എപ്പോഴും നമുക്ക് തോന്നാറുള്ളത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ത്രിശങ്കുവിൻ്റെ കാര്യത്തിൽ വസിഷ്ഠൻ വളരെ ക്രുദ്ധനും, വസിഷ്ഠൻ മാത്രമല്ല വസിഷ്ഠൻ്റെ മക്കളും വളരെയധികം ക്രുദ്ധരായിട്ട് അങ്ങനെയൊക്കെയാണ് ശപിച്ചത്. വിശ്വാമിത്രനാകട്ടെ സൗമ്യനായിട്ടാണ് കാര്യങ്ങൾ ചോദിച്ചറിയണത്. അപ്പോൾ തന്നെ ആ ഒരു ഭാവം കണ്ടപ്പോൾ തന്നെ ത്രിശങ്കുവിന് വളരെയധികം സമാധാനമായി. അതുകൊണ്ട് പറയാണ്, അല്ലയോ സൗമ്യദർശനനായിട്ടുള്ള മഹാമുനെ, എൻ്റെ ഒരു മോഹം എന്ന് പറയണത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. സശരീരഹ, എൻ്റെ ഈ ശരീരത്തോട് കൂടിയിട്ട് ദിവം യായാം ഇതി മേ കാമഹ, അല്ലെങ്കിൽ മേ ഇഷ്ടം, എൻ്റെ മോഹം, എനിക്കിഷ്ടം അതായിരുന്നു. ഇഷ്ടം എന്ന് വെച്ചാൽ ഏറ്റവും പൂർത്തീകരിക്കണമെന്ന് വിചാരിച്ചൊരു ആഗ്രഹമായിരുന്നു അത്. പക്ഷേ എന്താ സംഭവിച്ചത്? അതിനു വേണ്ടിയിട്ട് ക്രതുശതം മയാ കൃതം, ഞാൻ 100 യാഗങ്ങളൊക്കെ ചെയ്തു. ക്രതുശതങ്ങൾ, ക്രതു യാഗം ശതം 100 യാഗങ്ങൾ അതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടും എന്ത് സംഭവിച്ചില്ല? ഫലം ന അവാപ്യതേ ച, അതിൻ്റെ ഫലം എനിക്ക് ലഭിക്കുകയും ഉണ്ടായില്ല. 100 യാഗങ്ങൾ ഞാൻ ചെയ്തത്
ശരീരത്തോട് കൂടിയിട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. 100 യാഗം ഞാൻ ചെയ്തു, പക്ഷെ അതിൻ്റെ ഫലമൊന്നും എനിക്ക് കിട്ടിയില്ല. ആ യാഗത്തിനൊക്കെ പുരോഹിതനായിട്ട് ഗുരുവായിട്ട് നിന്നതൊക്കെ വസിഷ്ഠൻ തന്നെ ആവണം. പക്ഷെ അവസാനം ഇതാണ് തൻ്റെ മോഹം എന്ന് പറഞ്ഞപ്പോൾ ഗുരുവും സമ്മതിച്ചില്ല, ഗുരുപുത്രന്മാരും സമ്മതിച്ചില്ല. യാഗമൊക്കെ വെറുതെ ആയി തീർന്നത് പോലെയായി, എൻ്റെ ജീവിതം തന്നെ വ്യർത്ഥമായതുപോലെയായി എന്നുള്ള കാര്യങ്ങൾ ദുഃഖത്തോടു കൂടിയിട്ട് ത്രിശങ്കു വിശ്വാമിത്രനെ അറിയിക്കുകയാണ്. ഇനി ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. കാരുണ്യാത് സമഹാതേജാ വാക്യം പരമധാർമ്മിക ഇദം ജഗാദ ഭദ്രം തേ രാജാനം ഘോരദർശനം കിമാഗമനകാര്യം തേ രാജപുത്ര മഹാബല അയോധ്യാധിപതേ വീര ശാപാത് ചണ്ഡാലതാം ഗത അധ തദ്വാക്യമാകർണ്യ രാജാ ചണ്ഡാലതാം ഗത അബ്രവീത് പ്രാഞ്ജലിർവാക്യം വാക്യജ്ഞോ വാക്യഗോവിദം പ്രത്യാഖ്യാതോസ്മി ഗുരുണാ ഗുരുപുത്രൈസ്തഥൈവ ച അനവാപ്യൈവ തം കാമം മയാ പ്രാപ്തോ വിപര്യയ സശരീരോ ദിവം യായാമിതി മേ സൗമ്യദർശന മയാ ജ്യേഷ്ഠം ക്രതുശതം തച്ച നാവാപ്യതേ ഫലം. യാഗമൊക്കെ ചെയ്തു എന്നേ ഉള്ളൂ, അതിൻ്റെ ഫലം എനിക്ക് കിട്ടിയതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കഥകൾ അടുത്ത ദിവസം വർണ്ണിക്കുന്നത് നമുക്ക് കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.